നമസ്കാരമുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, സെക്സ് ബുക്ക് കാണിച്ച് എൻ്റെ കളിക്കൂട്ടുകാരനെ ഞാൻ പണിയെടുത്തത്. ഞങ്ങൾ ഒരേ പ്രായം. അതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്നറിയില്ല. അതേ സെക്സ് ബുക്ക് കാണിച്ച് മറ്റൊരു പെൺകുട്ടി, അതും എൻ്റെ കളിക്കൂട്ടുകാരി, പക്ഷെ അവളെൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ്. ഇന്നലെ കളിച്ചവൾ റിലേഷനൊന്നുമില്ല, ഇത് ബന്ധുവാണ്. അപ്പോൾ സെയിം പുസ്തകമാണ് കാണിച്ചു കൊടുത്തത്. പക്ഷെ ഇവള് രണ്ടാളുടെ പേരൊന്നാ. ഇതിൽ കൂടുതൽ അടയാളം പറയാൻ പറ്റില്ല. കാരണം ഒന്ന് സന്യാസിനിയാണ്, ഒന്ന് കല്യാണം കഴിച്ചത്, മക്കളൊക്കെ ആയി. ഇപ്പോൾ വയസ്സെത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവൾക്ക് കുറച്ച് വിക്രസുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ റോബറി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു കാരക്കൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അത് പച്ചക്ക് തിന്നാൻ ഭയങ്കര ചമർപ്പാണ്, പഴുത്ത ചെറിയൊരു പുളിയും മധുരം. അത് നിറയെ ഉണ്ടാവും. എൻ്റെ വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു, വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു കുളമൊക്കെ ഉണ്ടായി എൻ്റെ സൈഡിലാണ്. ഇത് സീസണായതുമേൽ രാവിലെ നല്ലോണം പഴുത്തത് വീഴും. പക്ഷെ ഞാനൊക്കെ എണീറ്റ് വരുമ്പോൾ ഒറ്റൊന്നും കിട്ടൂല. ഇത് മുഴുവനെ കൊണ്ടുപോകണം ഇവിടെ. ഈ രണ്ടാമത് ഞാൻ കളിച്ചവള്. അതേപോലെ അവൾ നടന്നു പോകുമ്പോൾ പറമ്പിൽ തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പോകും. പക്ഷെ ആൾ ഭയങ്കര കോമഡിയാണ്, എന്തും പറയാം, നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇന്നലെ കളിച്ച ആ പെണ്ണിനോട് കാണിക്കണതിലും കൂടുതൽ ഫ്രീഡം ഞാൻ ഇവളോട് കാണിച്ചിട്ടുണ്ട്. അത് ഈ മുലയൊക്കെ ഇങ്ങനെ കൂമ്പി ഉണ്ടായി വരുന്ന സമയത്തൊക്കെ ഞാൻ വെറുതെ പിടിക്കും, ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പറയും വഷളൻ, വൃത്തിയിട്ടവൻ, ചിലപ്പോൾ പട്ടീനെ കളിക്കും, എന്നാലും പറയൂല. അങ്ങനെ ഒരു ദിവസം ഒളിച്ച് കളിക്കുമ്പോഴാണ് ഞാൻ ഷെമ്മേഷിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് അവളുടെ മുലക്കെന്നൊക്കെ നല്ലോണം ഞരട്ടി കൊടുത്ത് കമ്പിയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഒളിച്ചിരിക്കണോടത്ത് ഞങ്ങളെ പിടിച്ച്. പിന്നെ ഒന്നും ചെയ്യാൻ അവിടെ ചാൻസ് ഇല്ല. പിന്നെ അങ്ങനെ ഒരു സന്ദർഭം ഒത്തു വന്നിട്ടില്ല. എന്നാലും ചാൻസ് കിട്ടിയ മുലക്കൊക്കെ ഞാൻ പിടിക്കും. ഇവളുടെ ഓരോ വളർച്ച ഞാൻ കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര അടുത്ത സുഹൃത്താണ് ഇവളെന്നെ. ഇവളൊന്ന് കളിക്കണമെന്ന് ഞാൻ കുറേ ഉണ്ട് വിചാരിക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ 5 പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു. ഈ ഫാദർ മരിച്ച് എൻ്റെ ചെറുപ്രായത്തിൽ. അമ്മ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മ എവിടെയെങ്കിലും പോയാൽ പിന്നെ വീട്ടിലൊരു മനുഷ്യനുണ്ടാവില്ല. ഞാനും അമ്മയല്ലാണ്ട് ആരുമില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ അതിൽ അങ്ങനെ വഴി നടക്കണ വഴിയൊന്നുമല്ല, ഒരു ഒഴിഞ്ഞ കോണില്ല, വലിയൊരു പറമ്പ്, അതിലൊരു വീട്. അവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. അതാണ് എനിക്ക് ഇത്ര കളി ഭാഗ്യം ഉണ്ടത്. എത്ര ആൻറ്റിമാരും അയൽവാസി ചേച്ചികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിനുള്ളിൽ ഊക്കിയിട്ടുണ്ടെന്ന് പറയാം. കളിച്ച് മതിയായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവള് ഒരു സമയമില്ലാത്ത ദിവസം എനിക്ക് ഇവളൊന്ന് കിട്ടണം. അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്തൊരു സാധനം കൊണ്ട് ഞാൻ കാണിച്ചു തരാറ് വന്നു. അന്ന് ഞാൻ ബുക്ക് കൊടുത്തു. അവൾ പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ പറഞ്ഞു. അവൾ ഷെമ്മേഷിൻ്റെ ഉള്ളിലാക്കി വേഗം പോയി. അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റാണ്. ഇത് വായിച്ചാൽ ഉറപ്പായിട്ടും അവളുടെ ശ്രദ്ധ നനയും. കാരണം അത്ര പച്ചക്കാണ് എഴുതി വെച്ചേക്കണം. ഇന്നത്തെ ഈ ബ്ലൂ ഫിലിമൊക്കെ നമ്മൾ കാണൂലേ, അത് ആ ത്രില്ലല്ല, മറ്റത് വായിക്കുമ്പോഴുള്ള ത്രില്ല്. പണ്ട് ആരോ പറഞ്ഞില്ലേ, മലയാള മനോരമ എന്തോ പരക്കുക, വായിച്ച് മനസ്സിൽ കാണുന്ന സുഖം എന്ന് വേറെ തന്നെ പറഞ്ഞില്ലേ. TV സീരിയലൊക്കെ ഇറങ്ങിയപ്പോൾ മലയാള മനോരമ ചിലവാകണില്ല, അപ്പോൾ അവർ പരസ്യം ചെയ്തതാണ്. നേരിട്ട് കാണുന്നതിലും നല്ലത് വായിച്ച് മനസ്സിൽ കാണുന്നത് വേറൊരു സുഖമാണ്. അത് വേറൊരു സുഖം തന്നെയായിരുന്നു. ചിലപ്പോൾ ആ പ്രായത്തിൻ്റെ ആവും. ആ പ്രായത്തിലൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര കമ്പിയാവും. സ്ത്രീകൾക്കും അങ്ങനെ. പണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ ഇത് സർക്കുലേഷൻ നടക്കുന്നുണ്ട് രഹസ്യമായിട്ട്. വീട്ടമ്മമാർ വായിക്കും. അതൊക്കെ പെണ്ണുങ്ങൾ തമ്മിൽ കൈമാറുള്ളൂ. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കൊണ്ടിരിക്കും. പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ സർക്കുലേഷനാണ്. ചില ബുക്കൊക്കെ എല്ലാവരും വായിച്ച് പേജൊക്കെ തേഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, അക്ഷരങ്ങളൊക്കെ. അപ്പോൾ ഇവള് കൊണ്ടുപോയി വായിച്ച്
ഒക്കെ ഏകദേശം കമ്പിയായിട്ടുണ്ട്. ഉച്ചയായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് എൻ്റെ അടുത്ത് വേറെ സാധനമുണ്ട്, അത് തന്നു വിടില്ല, കാണിച്ചേ തരുള്ളൂ പറഞ്ഞു. എവിടെ വീട്ടിൽ പോകാറ്. അവൾ വന്ന് കുറച്ച് നേരം അപ്പം തന്നെ വന്നില്ല. അതൊക്കെ ഒരു ട്രിക്കുകളാണ്. ഫ്രണ്ടിലെ വാതിൽ എപ്പോഴും ക്ലോസ്ഡാണ്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടാൽ അവിടെ ആരും ഇല്ലാതെ വിചാരിക്കും. പക്ഷേ ബാക്ക് ഡോറ് അതിലെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതും ക്ലോസ് ചെയ്യും. പിന്നെ ആരും പറഞ്ഞ് അങ്ങനെ ചോദിക്കാനും ഇങ്ങനത്തെ സാഹചര്യമൊന്നും വന്നില്ല. ആ വീടിൻ്റെ ഉള്ളിൽ ആരാ വന്നത് അങ്ങനെ ഒന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, പ്ലേ ബോയ് പോലത്തെ നല്ല ഫിനിഷിംഗ് ഉള്ള പേപ്പറിൽ, എന്താ പേപ്പറിനെ പറയുക, നല്ല അതിലുണ്ട് കളർ ഫോട്ടോസ്. വായിൽ വെക്കണതും സാധനം നക്കണതും മുകളിൽ കയറിയിരിക്കണം പല പോസിലുള്ള ഫോട്ടോസ്. അതൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഉണ്ട് ഇവക്ക് ഇങ്ങനെ മൂത്ത്. ഇവളും ഹാഫ് സ്കർട്ടാണ് ഇടുക, മേശമേ ചാരിയാണ് നിൽക്കണത്. ഞാൻ എന്ത് ചെയ്ത് ഇവളെ കയറ്റി പിടിച്ച് ചുണ്ട് ഈ ഇംഗ്ലീഷ് മോഡൽ കിസ് അത് കൊടുക്കാണ്ട് ഇടയ്ക്ക് മുതലക്ക് നല്ലോണം ഞാൻ പിടിക്കുന്നുണ്ട്. ഇവക്കെന്ന് പറയാൻ നല്ല ബലമുള്ള, മറ്റുള്ള കാട്ടിയും ഇച്ചിരി വലിപ്പമുണ്ട്, ബലവുമുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പാവാട പൊന്നിച്ചിട്ട് നേരെ ഉള്ള പാവാടയുടെ ഉള്ളിൽ കൂടി കൈയിട്ട് ഉള്ള സഡിമേലൊക്കെ പിടിച്ച് പുറത്ത് കൂടി സാധനത്ത് മേലൊക്കെ പിടിച്ചപ്പോൾ കുറഞ്ഞ നനവൊക്കെ ഉണ്ടാവുന്നുണ്ട്. സഡി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ വിരലുകൾ സഡിൻ്റെ ഉള്ളിൽ കൂടി നല്ല ഓടിച്ച് അപ്പം ഉണ്ട് ഒലിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇവളാണെങ്കിൽ ഭക്ഷണം, ഇവളെ ഷർട്ടായിട്ടാണ്, ബ്ലൗസല്ല, ഷർട്ട് ഞാൻ ഊരി പാവാട ഊരി. കാരണം ഇവരൊന്നും ബ്രേസിയർ ഇടില്ല. മുല ഫ്രീ ആക്കണമെങ്കിൽ ആ ഷെമ്മീഷ് ഊരണം. അപ്പോൾ പാവാട അഴിക്കൽ നിർബന്ധം. പാവാട അഴിച്ച് ഷെമ്മീഷ് ഊരിയാൽ പിന്നെ ഷഡ്ഡി മാത്രമേ ഉള്ളൂ. ഇതൊരു റോസ് കളർ. മറ്റുള്ള അത്ര നിറവില്ല ഇവക്ക്, പക്ഷെ സാധനം കൂടുതൽ ഇവൾക്കാണ്. ഒരേ പ്രായമാണ്, പക്ഷേ ഇവൾക്ക് രോമ വളർച്ച ഇത്തിരി കൂടുതലാണ്. അതൊക്കെ ഒരേ ശരീരപ്രകൃതം. ഏതായാലും ഇവളെ കുറേ നേരം താക്കൊക്കെ കൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്ത് മൂലക്കണ്ണും ഒക്കെ ചപ്പി ഇവളത്തെ നല്ലോണം ഭ്രാന്താക്കി. പക്ഷേ ഇത് സാധനം അവിടെ കയറണില്ല. പക്ഷെ അവൾക്ക് വേണം, ശ്രമിക്കുന്ന പറഞ്ഞത്. ഏതായാലും ഞാൻ വെളിച്ചെണ്ണ കുപ്പി പിന്നെ എടുത്ത് ഒക്കെ പുരട്ടി നല്ലോണം ഞാൻ ഇതാക്കി മെല്ലെ പ്രസ് ചെയ്ത് ഞാൻ ഇവളൊരു ഒച്ചെടുത്തു. അപ്പം ഞാൻ പേടിച്ച്. അപ്പോൾ അവൾ പറഞ്ഞ് മെല്ലെ കയറ്റ് പറഞ്ഞു. അവൾക്കിത് ഉള്ളിൽ കയറണം. ഏതായാലും ഞാൻ കയറ്റി 2-3 അടി മെല്ലെ അടിച്ചപ്പോൾ പിന്നെ അവൾക്ക് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരണുണ്ട്. സന്തോഷം കൊണ്ടാണ് ഞാൻ വേദനയാണെന്ന് അറിയില്ല. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ അവളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിക്കാൻ വേണ്ടി എന്നെ ആക്കുന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഞാൻ സ്പീഡ് കൂട്ടി. എന്നാലും ഞാൻ ആക്രാന്തം കാണിച്ചില്ല. അവിടെ എന്തോ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. ഏതായാലും ഞാൻ കളിച്ച് വെള്ളം വരുത്തി. അപ്പോൾ എന്താ, ഇവൾക്ക് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. ഈ കന്യാചർമ്മം പൊട്ടിയതാണ് എന്ത് തേങ്ങാക്കൊല അറിയില്ല. ഏതായാലും ഇവൾക്ക് രക്തം വന്നു. അപ്പം തലേത് മറ്റുള്ള ഇന്നലെ പറഞ്ഞ ആ പെണ്ണിനെ കളിച്ചപ്പോൾ അവൾക്ക് രക്തം വന്നിട്ടില്ല. പക്ഷെ ഇവൾക്ക് രക്തം വന്നു. അതൊക്കെ ഒരേ ശരീര പ്രകൃതിയാവും. പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റും ആവേശം കാണിച്ചത് ഇവളാണ്. ബ്ലീഡ് ചെയ്തെങ്കിലും ആ വേദന അവൾ പ്രകടിപ്പിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം അവൾ പറഞ്ഞു ചെറിയ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കല്യാണം കഴിച്ചാലൊക്കെ അങ്ങനെ തന്നെ, ഫസ്റ്റ് പരിപാടിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് ഉണങ്ങിക്കോളും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങി ഡെയിലി കളിക്കും. ഡെയിലി എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ടാക്കും ഞങ്ങൾ. ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ, അമ്മനൊക്കെ കണ്ണു വെട്ടിക്കുക ഞാൻ. അല്ലെങ്കിൽ അവളുടെ വീട്ടിലും അമ്മ ഉള്ളൂ. ആങ്ങളെ ഫാദറും ദൂരത്ത് പണിക്ക് പോയേക്കാം. അവിടെ സന്ധ്യയാകുമ്പോൾ ചെന്നാൽ മുറ്റത്ത് എവിടെയെങ്കിലും വെച്ച് കളിക്കാൻ പറ്റും. കാരണം ഈ തള്ള വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക്
ഇരുട്ടായി കഴിഞ്ഞാലേ മക്കളിപ്പോൾ ഇനി കോഴിക്കോട് അടക്കാൻ പോകണമെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുറ്റത്ത് പോയാൽ അല്ലെങ്കിൽ കുളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കളിയൊക്കെ ഒപ്പിക്കാൻ ഒരു പണിയില്ല. ഇവരൊന്നും ആർക്കും സംശയമില്ല, അതുകൊണ്ട് ഫോളോ ചെയ്യില്ല. ഡെയിലി കളിച്ച് ഞാൻ ഇവൾക്കും കൊടുക്കണം. ഇവൾക്ക് പിന്നെ അങ്ങനെ ചാൻസ് കുറവ്. ഇവളുടെ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റാണ്. പക്ഷെ രണ്ടാൾക്കും അറിയാം. കാരണം ഈ രണ്ടാമത് കളിച്ചവളെ ജവരസ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റവൾ കയറി വന്നു. യാദൃച്ഛികമായിട്ട് വന്നത്. പക്ഷെ അത് അവൾ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അപ്പം ഞാനിത് ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്ത് അപ്പം തന്നെ ഞാൻ പറയും സോറി കേട്ടാ, ക്ഷമ പറഞ്ഞു. അപ്പം എന്താ ഇവളെയും കളിക്കണ്ടെന്ന് മറ്റവൾക്ക് മനസ്സിലായി. ഞങ്ങൾ പ്രേമൊന്നുമല്ലല്ലോ. ഞാൻ ഇവിടെ കണ്ടപ്പോൾ സോറി പറയാം. അതായത് ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല, ഇത് ഇന്ന് മാത്രം ഉണ്ടായതാന്നുള്ള രീതിയിൽ ഞാൻ ഇവളെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ മറ്റവൾക്ക് നിങ്ങൾ രണ്ടാളും എടുക്കലുണ്ട് ചേച്ചി. ഞാൻ പറയുന്നുണ്ട് പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടം മെജോറിറ്റി കൂടും. ഇവള് മനസ്സിലായ ഇവള് കണ്ട സാക്ഷി മാത്രവും. രണ്ടാളും പ്രതികളായാൽ പ്രശ്നമില്ല, പിന്നെ പുറത്ത് പറയൂല. അത് ഞങ്ങൾ മൂന്നാളും പരസ്പരം അറിഞ്ഞിട്ടുള്ളൊരു സംഭവമാക്കി മാറ്റി. പിന്നെ ടൈം ടേബിൾ വെക്കേണ്ടി വന്നു. ടൈം ടേബിളല്ല, ഈ ഫസ്റ്റിലത്തെ ഉള്ള ചാൻസ് കുറവാണ്, എപ്പോഴെങ്കിലുമൊക്കെ പറ്റുള്ളൂ. മറ്റത് വീട്ടിൽ കിടക്കുന്ന കോഴി എപ്പോഴും പിടിക്കാതെ. പക്ഷെ സന്യാസിന് പോയി ഇവള് പിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇവളെ അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരുമ്പോൾ ചാൻസ് ഒപ്പിക്കും. ഓർമ്മ പുതുക്കൽ. എത്ര കളി ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. നമസ്കാരം.